ഈ ഒരു തലവേന വന്നിട്ടുണ്ട്. അത് സാറിനുള്ളതാണല്ലോ. അതല്ലടോ, മേളിൽ നിന്നൊരു തലവേന വന്നിട്ടുണ്ടെന്ന്. രണ്ടാളും ഒരു സർവേക്ക് പോണം. എന്താ സർവേ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണം ആ വാക്ക്? അല്ല സാറേ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതുവരെ അങ്ങനെ പശുവിന്റെയും കോഴിയുടെ ഒന്നും കണക്കെടുക്കാനായിട്ട് ഇറങ്ങലില്ലല്ലോ. ഇത് കന്നുകാലി സർവേ ഒന്നുമല്ല. സാറേ, ഈ നമ്മുടെ പരോളിൽ ഇറങ്ങിയിട്ട് തിരിച്ച് ജയിലിൽ വരാത്തവരാ? ഒന്നും അല്ലടോ. ഞാൻ ഇനി ഒരു കാര്യം ചോദിച്ചാ സത്യസന്ധമായിട്ടൊരു മറുപടി പറയണം. നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? സത്യസന്ധമായിട്ട് പറയുക. ഇതിപ്പോ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ ജോലിഭാരം കൂടുതലാണ്. പിന്നെ ആവശ്യാനുസരണമുള്ള സേന നമുക്കില്ല. പല ആൾക്കാരും ഈ ടെൻഷൻ കാരണം ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കുറവുകളും പോരായ്മകളും ആണല്ലോ നിങ്ങളിപ്പോ പറഞ്ഞത്. ഇതുപോലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും അവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർക്ക് പറയാൻ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ചൊരു സർവേ എടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? അതായത് ഇപ്പോ നമ്മൾ ഈ ഉദ്യോഗസ്ഥരെ മാത്രമല്ല, പിന്നെ നമ്മുടെ ഈ ഡ്രൈവർമാര്, ഈ മറ്റു തൊഴിലാളികള്, സ്കൂൾ പിള്ളേര്, കോളേജ് പിള്ളേര്, അങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലും ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് സർക്കാരിന്റെ പ്രതിച്ഛായയെ കുറിച്ച് സത്യസന്ധമായും വ്യക്തമായുള്ള ഒരു അഭിപ്രായം ശേഖരിക്കാം. സാറേ, ഇപ്പൊ നമ്മള് ചോദിച്ചാൽ അവര് സത്യം പറയും. ഇപ്പൊ ഭരണപക്ഷത്തുള്ളവരോട് ചോദിച്ചാൽ അവർ അനുകൂലമായിട്ട് പറയും, പ്രതിപക്ഷം എതിർക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് സത്യസന്ധമായ ഒരു അഭിപ്രായം കിട്ടും. രഹസ്യ പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ ജോലി ചെയ്യണത്? കുറച്ച് ബുദ്ധി നിങ്ങൾ അവിടെ നിന്ന് ഉപയോഗിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക. നിങ്ങൾ ഒരു വെള്ള പേപ്പറും കൊണ്ട് പേനയും കൊണ്ടുപോയിട്ട് അഭിപ്രായം എഴുതി ചോദിക്കുക അല്ല വേണ്ടത്. അവിടെയാണ് നിങ്ങൾ ബ്രില്യൻസ് ഉപയോഗിക്കേണ്ടത്. കൃത്യമായിട്ട് ജനങ്ങളുടെ വായിൽ നിന്ന് കറക്റ്റ് സാധനം കിട്ടുന്ന എന്താണോ അതാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ജനുവരി 31 മുമ്പ് സമർപ്പിക്കണം റിപ്പോർട്ട്. അപ്പൊ രണ്ടാണോ ഒന്ന് തന്നെ അതിനൊക്കെ ഇറങ്ങിക്കോ കേട്ടോ. ശരി. എന്ത് പ്രതീക്ഷ? ഒരു ചായക്ക് പറയാം. നല്ല ഫ്ലൈയിങ് ആണ് സാറേ. ഈ ബീവറേജിന്റെ ഒരു പൊതു അവസ്ഥയെ കുറിച്ച് ഇയാളോട് ചോദിച്ചറിയാൻ പറ്റും. നല്ല മൂടാണ് ആള് ഫുൾ വിറ്റാണ്. ആ ചങ്ങായി ഇനി കണ്ണു കണ്ടൊക്കെ പറഞ്ഞ പ്രാന്ത് ഞാൻ എന്തെങ്കിലും പറയും ചെയ്യും. വേണ്ട സാറേ, കുടിച്ചവര് സത്യമോ പറയുള്ളൂ. എന്താണെന്ന് നോക്കാല്ല, റിപ്പോർട്ടിനൊരു ശക്തി ഉണ്ടാവേ. ചോദിച്ചോക്ക്. ചേട്ടാ എന്തേ എന്തിനാ നിലത്ത് കിടക്കണ? ഇവിടെ ഇരുന്നൂടെ? ഇവിടെ കേറി ഇരുന്നൂടെ? ചേട്ടാ അവിടെ ഇരുന്നോ അങ്ങോട്ട് ഇരുന്നോ. ഒറ്റക്കമ്പീനാഥം കേൾക്കും വീണാഗാനം. ഈ ഒറ്റക്കമ്പിയില് ഈ ഡബിൾ കമ്പി എങ്ങനെ ചേരും? അതെ, അതാ പാട്ട്. ഇതിന് വില കൂട്ടിയെന്ന് കേട്ടല്ല. അപ്പൊ എന്താണ് അഭിപ്രായം അതിന്റെ? സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? അരിക്ക് വില കൂട്ടുമ്പോ നിൽക്കുന്ന അഭിപ്രായം ഒറ്റ കാര്യം എനിക്ക് പറയാമല്ലോ, എല്ലാ മനുഷ്യരും നമ്മൾ തുല്യരായി കാണും. അല്ലപ്പോ സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താന്നാ ചോദിച്ചത്? നല്ല ഭരണം. കാരണം കറക്റ്റല്ലേ? ഇന്നലെ ഞാന് എന്റെ വീട്ടിലേക്ക് പോന്ന് ഒരു 6 പെഗ് അടിച്ചു. വന്നാലും ഞാൻ നടക്കും. അങ്ങനെ നടന്ന് പോകുമ്പോ ഒരു ജീപ്പ് പോലീസ് ജീപ്പ് എന്റെ മുമ്പില്. വാ എന്റെ അടുത്തേക്ക് വാ. കറക്റ്റാ. നിങ്ങള് പോലീസാ? അല്ലല്ലോ. അല്ല പറഞ്ഞോ. എന്നോട് ചോദിച്ചു മദ്യപിച്ചിനോന്ന്. എനക്ക് വേണം കള് പറയാ. കണ്ടറിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മദ്യപിച്ചിട്ട് സാറേന്ന് ഞാൻ പറഞ്ഞു. വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി എന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക്. ആടെ സിറ്റ് ഔട്ടിൽ ആ ഉമ്മർത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ കടന്നു. ഒരു പ്രശ്നമില്ല.
രാവിലെ എണീച്ചു നിന്നു. അപ്പൊ സാറ് മുമ്പിലുണ്ട്. സാറേ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഇവിടെ വന്നിട്ട്? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നിനി? എടാ, നീ റോഡുമ്മലെ മുറിയത്തെ അങ്ങോട്ട് പോകുമ്പോ വണ്ടി വന്ന് നിന്നെ അടിച്ചാ നീ തെറിച്ച് നീ ചത്ത്. ആലോചിച്ച് നോക്കണം. എന്റെ ജീവനാ രക്ഷപ്പെടുത്തിയത്. ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണോ സാറേ? കേസാ? എന്ത് കേസ്? നിന്റെ വീട്ടിൽ പോയിക്കോ, എനിക്ക് നോർമൽ ആണല്ലോന്ന് സാറ് ചോദിച്ചു. അതാണ് ഈ ഭരണം. നേരെ മറിച്ച് മുമ്പാണെങ്കിലാ എന്റെ രക്തം, കഫം, മലം, മൂത്രം സകലമാന പരിശോധിച്ച് ചെനക്ക് ഫൈന്, മറ്റേത് എന്തെല്ലാം കേസ്. പോണം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക്. ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. എന്ത് ഇപ്പൊ ഞാൻ ആദ്യം പോവും. ബാർ എവിടെയാ ബാറില്ലാത്ത? എന്റെ വീട്ടിന്റെ മുറ്റത്ത് ബാറുണ്ട്, അറിയോ നിങ്ങക്ക്? ആടെ ഒരു ചളി വെള്ളം ഉണ്ടായി, കുറച്ച് ചളിയും കലപ്പും വെള്ളം. ആടെ വളച്ചു കെട്ടിയൊരു ബിയർ പാർല്. ആയിക്കോട്ടെ, പുള്ളന്മാരോ ഒന്ന് കുടിച്ചോട്ടെ. നല്ല കാര്യമായാലും ചെയ്യുന്നില്ലു, മോശമല്ലല്ലോ. വില കൂടുന്നതില് വേറെ എതിരൊന്നുമില്ല, നല്ലതാ ആണല്ലോ. നിങ്ങടുത്ത് ഉണ്ടെങ്കിൽ എനക്ക് തരാൻ പറഞ്ഞു. നമ്മളില്ല, വേറെ ദിവസം കൂടാ. ഇല്ലടക്ക് ഞാൻ മറ്റേ ഐസില്ലേ ഐസിനോട് പറഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്ത് തരാം. അല്ല അവള് വരുന്ന ഉറപ്പല്ലേ? എനിക്ക് തോന്നുന്നു പ്രശ്നം പിള്ളേർ മണ്ടിക്കോ. സാറേ, അപ്പൊ ഈ വില കൂട്ടിയതൊന്നും കുടിക്കുന്ന ആളുകൾക്ക് വിഷയമില്ല കേട്ടാ. അവര് സർക്കാരിന്റെ ഒപ്പം ഉണ്ട്. അതെ അതെ. നിങ്ങള് വിദ്യാർത്ഥികളാണോ? ക്ലാസ്സിലെ ക്ലാസ്സിന്റെ ബസ് ബസ് പോയല്ലോ പറഞ്ഞു. അത് പ്രൈവറ്റ് അല്ല കേട്ടോ, നമ്മ KSRTC പോണേ. കൺസെഷനെ കൊടുത്തിട്ടുണ്ട്. കൺസെഷൻ ഉണ്ടാ? ബസിന്റെ ആരും പറയണ്ട കേട്ടാ. ആഴ്ചയിൽ പറഞ്ഞ വന്നാലേ വന്നാൽ തന്നെ പകുതിക്ക് വെച്ച് നിക്കലാണ് പതിവ് ബസ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ? പോയിന്റ് ഇതിപ്പോ KSRTC പ്രൈവറ്റ് ബസ് നമ്മൾ ഒത്തുകളിയല്ലേ? ഒത്തുകളിയാ? അതെന്താ ഒത്തുകളി? അങ്ങനെയാണ് തോന്നുന്നത്. സ്റ്റുഡൻസിനെ കൂടി പരാതി കൊടുത്തൂടെ സമയത്ത് ബസ്സില്ല എന്ന് പറഞ്ഞിട്ട്? നമ്മളൊക്കെ പരാതി കൊടുത്തിട്ട് എന്താ കാര്യമില്ല, സർക്കാർ ശ്രദ്ധിക്കണില്ല, അതാണ് നിങ്ങളുടെ അഭിപ്രായം? അതെ, പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലേ? എന്താണ്ട് ഇന്ന് പരിപാടി? ഇനി ക്ലാസ്സിൽ കയറാൻ പറ്റില്ലല്ലോ, സമയമില്ലേ? ഇപ്പൊ എന്തായാലും സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്ക് പോവല്ലേ? ആണോ? ഏതാ പടം? റൈഫിൾ ക്ലബ്ബാ. അതിന് അതില് എല്ലാവരും കൊല്ലണ്ടല്ലോ അല്ലേ? അത് നൈസാണ്. യൂത്തിന് അതാണല്ലോ സ്റ്റഡി പടല്ലേ? അതെ, അതാരെങ്കിലും അന്വേഷിച്ച് പിടിച്ച് ഇത് നമ്മൾ വർക്കിന് ഇറങ്ങിയിട്ട് പിന്നെ അവസാനം പടത്തിന് സിനിമ കയറി തിയേറ്ററിൽ കയറി സിനിമ കാണുമെന്ന് പറയില്ലേ? നമുക്ക് സിനിമാ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ ചെന്നാന്ന് പറഞ്ഞാ പോരെ? അത് പോയിന്റ്. ആ കാര്യം പറഞ്ഞാണ്ട് നീങ്ങാം അല്ലേ? അധികം ഷോ വേണ്ട, കിടന്നോ കിടന്നോ. ഹരിതവൃന്ദാവനം പ്രണയ സരോവര. നൗഷറേ, എടാ ഈ ടൗണിൽ നിന്ന് വരുമ്പോഴേ വാഴക്കോല എടുക്കണോ? ഒരു നേന്ത്രക്കോല, ഒരു ഞാലിപ്പൂവിനും ഒരു റോബസ്റ്റും എടുത്തോണ്ടി. നമ്മളെ അമ്മക്കാന്റെ വീട് നിർത്താൻ മതി, പൈസ ഞാൻ കൊടുത്തോളാം കേട്ടോ. ശരി ചേട്ടാ, ഒരു ഹാൻസ് ഉണ്ട്. എന്താണ് ഹാൻസ് ഇല്ലേ? ഹാൻസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ലഹരി വസ്തുക്കളൊന്നും ഞാൻ അവിടെ വെക്കില്ല, ജീവിച്ച് പൊയ്ക്കോട്ടെ. അതൊക്കെ ഭയങ്കര നിയമമാണ്, ഒന്നും അറിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, ഇവിടുത്താരല്ലേ? നമ്മളെ ഒരു സ്ഥലക്കച്ചവടത്തിന്റെ ഭാഗമായിട്ടേ ഒരു ബ്രോക്കർ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാളെ നോക്കി. ആരാ ബ്രോക്കർ? ആരാ ബ്രോക്കർ? മറ്റേ സുലൈമാൻ. മീൻ മടിക്കുവാണ് സുലൈമാനാ? അല്ല, വടുതലുള്ള. വടുതലുള്ളോ? ഈ പാലത്തിന്റെ ജംഗ്ഷനിൽ വന്ന് നിൽക്കാനാ പറഞ്ഞത്. ഇവിടെ ഒരു മീൻ വിൽക്കണ സുലൈമാൻ. പുള്ളി വന്നോളൂ. സോഡ കുടിക്കണത്. 2 സോഡ മതി. ഒരെണ്ണം മതി. എവിടെയാ സ്ഥലം? എവിടെയാന്ന് പറഞ്ഞോ? സ്ഥലം കൊണ്ടുപോയി കാണിച്ചു തരാന്നാ പറഞ്ഞത്. ശരി. രാഘവേട്ടാ, മുങ്ങി നടക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ബുധനാഴ്ച 300 രൂപ അവിടെ കൊണ്ടുതരാന്ന് പറഞ്ഞ കടം പേടിക്കുമ്പോ നിങ്ങൾ അതല്ല പറഞ്ഞേ?
അതെ, കച്ചവടം വളരെ മോശമാണ് രാഘവേട്ടാ. ട്രോൾ ചെയ്ത് പോവുകയാണ് ഞാൻ. എനിക്ക് പെൻഷൻ കിട്ടിയില്ല. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതിന് കിട്ടാൻ ഗഡുക്കളായിട്ട് കിട്ടുന്നേ. എന്ത് സർക്കാരാണ് രാഘവേട്ട അത്? എന്ന് ഞാൻ അത് നിങ്ങളെ കൃത്യമായിട്ട് പോലത്തെ ഒരു മനുഷ്യന് പെൻഷൻ തരാണ്ടാക്കാൻ അത് ഇപ്പൊ മാത്രം ഞാൻ പോയിട്ട് മടങ്ങി വരെയൊന്നും. ഇപ്പോൾ പോയിട്ട് വരിക. ഇല്ല, കുറച്ചു ദിവസം കഴിയണം പറഞ്ഞു. എവിടെ വർക്ക് ചെയ്യണത്? ഞാൻ KSRTC പിരിഞ്ഞാളാണ്. ഇതാണ് ഇപ്പൊ സ്ഥിതി. ഇവിടെ സർക്കാരിന്റെ അവസ്ഥ കണ്ടില്ല നിങ്ങള്? ഇതെങ്ങനെയാണ് പൈസ ഉണ്ടാണ് പെൻഷൻ കൊടുക്കാൻ? ഇവരൊക്കെ സർവീസിലുള്ള കാലത്ത് ആളുകൾ നിൽക്കുന്നിടത്ത് ബസ് നിർത്തൂലല്ലോ. അല്ല, അതുകൊണ്ടപ്പോ മൂപ്പർക്ക് പെൻഷൻ കൊടുക്കാത്ത? പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ വരുമാനം വേണ്ടേ? അത് ശരി. അല്ല, സർക്കാർ പുതിയ ബസ് ഇറക്കണമെന്ന് കേട്ടല്ലോ, KSRTCയുടെ പുതിയ ബസ്സുകള്. അപ്പൊ വരുമാനം ആവൂലേ? ബസ് ഇറക്കിയിട്ട് ആ പുതിയ ബസ്സൊന്നും ഓടിക്കാനാവുന്നില്ല ഡ്രൈവർമാർ പറയുന്നു. അപകടം എപ്പോ അപകടത്തിൽ വന്ന് പെടുന്ന പറയും. ബ്രേക്കില്ലേ? ബ്രേക്ക് ഇല്ലാത്തല്ല, വണ്ടിയാന്ന് പറയും. അമ്മയ്ക്ക് വായു ഗുളിക വാങ്ങാൻ പോകുമെന്ന് തോന്നുന്നേ. ഒരു പോക്കാണ് ഈ ചെക്കൻ. ഇങ്ങനെ പോണേനൊന്നും ഇവിടെ ഒരു കേസും ഇല്ല കേട്ടോ. ബോംബിട്ട പോലെ. ഓനക്ക് എങ്ങനെ പോയാലും പോലീസുകാർ പിടിക്കൂല. ഒരു ഹെൽമെറ്റ് ഇടാണ്ട് ഒരുത്തെങ്ങനെ എഞ്ഞു പോയാലും ഓനെ കൈ കാണിച്ച് നിർത്തി ഓന്റെ അടുത്തുള്ള പൈസ മുഴുവൻ പേടിച്ചിട്ടേ പോലീസുകാർ പോകും. ഇതാണ് ഇവിടുത്തെ നിയമം. പോലീസുകാർ ഇപ്പൊ എന്ത് ചെയ്യാനാ ചേട്ടാ? ഞാൻ അവന്റെ പുറകെ ഓടിച്ചിട്ട് പിന്നെ അവരെവിടെയും മൂക്കുമുത്തി വീണ് കഴിഞ്ഞാൽ പോലീസുകാർ അതിന്റെ പിന്നാലെ തൂങ്ങി തിരിഞ്ഞു നടക്കണം. പിന്നെ അവരുടെ നേരാവും മുഴുവൻ അന്വേഷണം. അവൻ പോലീസുകാരില്ലേ? നിയമത്തിന്റെ കാര്യമൊന്നും പറയണ്ട. കൃത്യമായി പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ കൊടുക്കണം നിയമം ഉണ്ടല്ലോ. KSRTC ഞങ്ങൾക്ക് തരുന്നുണ്ടോ കൃത്യമായിട്ട്? ഒരു KSRTC പിരിഞ്ഞ മനുഷ്യൻ എപ്പോഴായിട്ടുണ്ടോ ഇന്നും നടക്കുക പെൻഷന്? അല്ല, ഈ KSRTC എപ്പോഴും ഞാൻ വിചാരിക്കാണ്ട് അതിൽ ആളില്ല. പിന്നെ എങ്ങനെ ഈ പെൻഷൻ കൊടുക്കല്? പ്രൈവറ്റ് ബസ് പറഞ്ഞാൽ അങ്ങോട്ട് പോവാ വെച്ചാൽ അതിൽ തിക്കും തിരക്കാണ് ആൾക്കാരുടെ. അതെന്താ അങ്ങനെ സംഭവിക്കണത്? അതൊന്നും ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമായിരിക്കുന്നു. അങ്ങനെ എല്ലാറ്റിലും ബസ്സില്ല. തിരക്ക് കൂടിയ ബസ്സും ഉണ്ടല്ലോ KSRTC. അത് കാണിട്ടില്ല. അല്ല, അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആളെ കയറ്റാറില്ല അല്ലെ? സ്റ്റോപ്പിൽ നിന്നും ആളെ കയറ്റില്ല അല്ലെ? ആളെല്ലാം കയറ്റും, കയറ്റാണ്ട് തന്നെ. അയ്യോ, പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ പ്രൈവറ്റ് ബസ്സിലുള്ള ആൾക്കാര് അവർക്ക് കാശ് കിട്ടുന്ന അവര് നന്നായിട്ട് പണിയെടുക്കണോ? ഈ KSRTC ഇപ്പൊ ഇവര് എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പൊ അതിലേക്ക് ആള് കയറിയാലും കയറിയില്ലെങ്കിലും ഇവർക്ക് കുഴപ്പമില്ല അല്ലെ? അല്ലാതെ ഒരു ദിവസം സ്റ്റിയറിംഗുമ്പോ മാറാമ്പല് പിടിച്ചിരുന്നിട്ട് അത് പൊട്ടിച്ച് അപ്പുറത്തോട്ട് ഒട്ടിച്ചു വെച്ചു, എന്നാലും തുടക്കൂല. ഇതൊന്നല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയമോ. ഇയാൾക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള ആളത്തെ വിഷയം. അതിനെന്താ നിങ്ങൾ എന്തോ പറയാത്ത? നിങ്ങൾ അറിഞ്ഞ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടില് കള്ളം കയറിയില്ലേ? അവിടെ പോലീസ് വെട്ടി വന്നിരിക്കുന്നു അന്വേഷിക്കാൻ. പോലീസ് നായോ? ആണോ? അവിടെ മൊത്തം മണപ്പിച്ചോണ്ട് നടക്കുക. അത് ശരി. കള്ളനെ പിടിക്കുന്നാണ് തോന്നുന്നു കേട്ടാ. ആണല്ലേ? മുട്ടായിന്റെ പൈസ അത് തരാം, നിങ്ങളെ പണി ചെയ്തിക്കോ. ഭരിക്കുന്ന പാർട്ടിയുടെ ആളല്ലേ പ്രസിഡന്റ്? രാഘവട്ടാ, നമ്മളാ വെള്ളം തോന്നണ ബലാദേട്ടല്ലേ? ബലാദേട്ടന്റെ വീട്ടിൽ ഇതേപോലെ കള്ളം കയറി ഒരു പട്ടിയുടെ തിരിഞ്ഞു നോക്കിനോ? തിരിഞ്ഞു നോക്കിനാടെ ഇല്ലേ? ഇതാണ് പറഞ്ഞോ. അപ്പൊ പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിൽ എണ്ണം കുറവാന്നിപ്പം, അംഗങ്ങൾ കുറവാന്ന്. ഇല്ല അംഗങ്ങൾ എങ്ങനെ മന്ത്രിമാര് അതിലും പായുമ്പോ അവരെ പിറകിലും മുമ്പിൽ ഓടലാ പണി. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് വരണ്ടല്ലോ, ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ കൂടെ തന്നെ നിൽക്കണം. ഓരോ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു കേസ് ചെയ്താൽ ഓരോ പേരിൽ കേസും ഇല്ല, നടപടിയില്ല, ഒന്നുമില്ല. ഇതാണ് ഇപ്പത്തെ ഭരണം. എന്ത് ചെയ്യും? നെഞ്ചത്തോട്ടാണല്ലോ കയറണത്. ഇതൊക്കെ എഴുതേണ്ടി വരുമോ? കുഴപ്പമായിട്ടൊന്നും എഴുതണ്ട, ഒന്നും നോക്കണ്ട. നമ്മുടെ കുറ്റം നമ്മൾ തന്നെ എഴുതിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നോക്കും. സ്ഥലത്തേക്ക് പോവാം. എന്റെ വണ്ടി ഏടെ ഓടണം ഞാൻ തീരുമാനിക്കും. എന്റെ വണ്ടി അങ്ങനെ ഓടണേ നീ വീട്ടിൽ ഓടിയാ മതി. എനിക്ക് മാത്രം കൊമ്പ് വിടാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ചേട്ടാ, ഈ തെക്കേ തറവാകയില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കിഴക്കേ ഭാഗത്തിലാണ്. അത് തിരിഞ്ഞു പോയ തെക്കേ തറവാക. അവിടത്തേക്ക് ഞാൻ ഒരു ഓട്ടം പോയതാണ് ഇതിന്റെ പ്രശ്നം. ഒരു ഓട്ടം പോയാൽ എന്തോ നിങ്ങളിപ്പോ ഇങ്ങനെ പ്രശ്നം? ഓനാടെ ഓട്ടം പോയ ഓനെ ഞാൻ കത്തിക്കും. എന്തിന്? എന്നാ കത്തിക്കട വഴക്കുണ്ടാക്കല. എന്താ ഇപ്പൊ മൂപ്പര് ഒരു ഓട്ടം പോയി നിങ്ങൾക്ക് പോയപ്പോ? ഏട്ടാ, തെക്കേ തറവാകത്ത് റോഡില്ല, ആടെ കുണ്ടാന്ന്. ആടെ ഒരു ദിവസം ഓട്ടം പോയി കഴിഞ്ഞാൽ വണ്ടി വർഷാപ്പിലാ. അപ്പൊ ഇവിടുത്തെ സ്റ്റാൻഡിൽ നമ്മൾ ഡ്രൈവർമാരിലൊരു തീരുമാനം എടുത്ത് ഇനി ആടെ ഓട്ടം പോകുന്നില്ല, ഇനി ആടെ റോഡ് റെഡിയാക്കിയിട്ട് ഓട്ടം പോകുന്നുള്ളൂ. അപ്പൊ ഈ പരിപാടി നടന്നുണ്ടോ? പരിപാടിക്ക് ഞാൻ എന്റെ പോലെ കൈമാണ്ടി ഇനി കൊണ്ടുത്തരുമോ? എന്ത് വർത്താനം പറഞ്ഞു കൊടുത്തു? ആരെ കയറ്റിയേ?
വണ്ടിയിൽ നീ ആരെ കയറ്റേ ആരെ കയറ്റി എന്റെ പാർട്ടിക്കാർക്ക് ഒരു അത്യാവശ്യം വന്നാൽ പിന്നെ ഞാൻ കൊണ്ടുപോണ്ടേ പാർട്ടിക്കാരെ എന്റെ പാർട്ടിക്കാരോട് പറഞ്ഞ റോഡ് നേരെ എന്നെ കൊണ്ട് പറയാൻ തോന്നിയാസം പറയാം അതെ 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 വഴക്കും വെക്കാനൊന്നും ഉണ്ടാക്കണ്ട വല്ലാണ്ട് തെക്കും തിരക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും പോണാ സാറേ അതാണ് ഞാൻ പറഞ്ഞത്. ചെല്ലി എന്ത് അതെ എന്നിട്ടൊക്കെ സംഗതി ഇപ്പൊ സംഗതി മനസ്സിലായി കേട്ടോ രണ്ടാൾക്കും കാര്യമൊക്കെ മനസ്സിലായില്ലേ സമാധാനം ഇനി തർക്കം വേണ്ട ഇനി. എന്താണ്? ട്ടാ. ഇതിലേക്ക് പോയി കേട്ടോ തർക്കത്തിന് കണ്ട പേഴ്സ് കാണില്ല പോയടാ ഒരു പോയിന്റ് കൂടി ആയിരുന്നു ആ റോഡ് ആ നിരക്കായി കിടക്കുകയാണ് അപ്പോ ഭരണപക്ഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു റോഡും കൂടിയാണ് അത് എന്നുള്ളൊരു പോയിന്റ് ആയിട്ട് തെക്കത്തറ ഒന്ന് പോയിന്റ് ചെയ്തോളൂ.